ട്രെൻഡെല്ലാം തീർന്നപ്പോൾ ആ കേക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. ട്രെൻഡൊക്കെ കഴിഞ്ഞ് ഡ്രീം കേക്ക് ഇപ്പോഴും പലരുടെയും ഡ്രീമാണല്ലേ. ചുറ്റുപാത്രത്തിലൊക്കെ ഈ ഡ്രീം കേക്ക് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കെന്തോ ട്രൈ ചെയ്തുകൂടാ. അതിനുവേണ്ടി ഞാൻ ഓറിയോ എടുത്തു. ഓറിയോ കേക്കും ഒരിടയ്ക്ക് ട്രെൻഡായിരുന്നല്ലേ. ഈ ഓറിയോയിൽ നിന്ന് ഒരു കുറച്ച് ഓറിയോ മാറ്റി വെച്ച് ബാക്കിയെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അതിനുവേണ്ടി ഒരല്പം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മതി. അത് നല്ലപോലെ അരച്ചെടുക്കാം. നല്ലപോലെ അരഞ്ഞു വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരല്പം ബേക്കിംഗ് പൗഡർ ഇട്ട് ഒന്ന് മിക്സാക്കാം. ഇനി നമ്മുടെ പാനിൽ ഒരല്പം എണ്ണയോ ഇല്ലെങ്കിൽ ബട്ടറോ ഒന്ന് തൂകിയിട്ട് നമ്മുടെ മിശ്രിതം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഡ്രീം കേക്കിന് ഒരുപാട് കട്ടിയുള്ള കേക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ വളരെ കട്ടി കുറച്ച് കേക്ക് ചുട്ടെടുത്താൽ മതിയാവും. ചുട്ടെടുത്തതിന് ശേഷം നമ്മുടെ ചോറ്റുപാത്രത്തിലേക്ക് അത് വെച്ച് കുറച്ച് പാലൊഴിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. നല്ല മധുരം കഴിക്കുന്നവരാണെങ്കിൽ ഈ പാലിൽ അല്പം പഞ്ചസാര കൂടി ഇട്ടിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത ലെയർ ചെയ്യുവാൻ വേണ്ടി അടുത്ത പാത്രത്തിലേക്ക് ഒരല്പം പാലൊഴിച്ച് അതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ച് നമ്മുടെ ഓറിയോ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പീസ് ഓഫ് ഡയറി മിൽക്ക് കൂടി. ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. കുറുകി വന്നു കഴിയുമ്പോൾ അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. പിന്നെ ഇത് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്ന കൈ വേദന എടുക്കുകയൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ലപോലെ കുറുകി വന്നു കഴിയുമ്പോൾ നമ്മുടെ കേക്കിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഒരല്പം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി ഈ ഒരു പാകത്തിനാക്കിയാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചൊന്ന് സെറ്റാക്കാൻ വെക്കാം. അത് സെറ്റാവട്ടെ. ആ സമയത്ത് നമുക്ക് അടുത്ത ലെയറിലേക്കുള്ള പരിപാടി നോക്കാം. ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഒരു ചെറിയ പീസ് ഓഫ് ഡയറി മിൽക്കും മിൽക്കി ബാറും കൂടി ഡബിൾ ബോയിൽ ചെയ്ത് നമുക്കൊന്ന് നല്ലപോലെ മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ മെൽറ്റായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വേണോ കുറച്ച് അധികം വേണോ എന്നുള്ളത് നിങ്ങളുടെ രുചിക്ക് അതനുസരിച്ച് ഇടാം കേട്ടോ. ഫ്രഷ് ക്രീം കൂടി ഈ ചോക്ലേറ്റിലേക്ക് നല്ലപോലെ മിക്സായി കഴിയുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ആ 2 ലെയർ ഓഫ് കേക്കിലേക്ക് നമ്മുടെ 3rd ലെയർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് ഇവനായി സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കാം. ഇനി അടുത്ത ലെയറിന് വേണ്ടി നമുക്ക് വീണ്ടും ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ ഡയറി മിൽക്ക് ഒന്ന് നല്ലപോലെ മെൽറ്റാക്കി എടുക്കാം. നിങ്ങൾക്ക് നട്ട്സ് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഈ ലെയറിൽ അതൊന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ അതൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഡയറി മിൽക്ക് മാത്രം മെൽറ്റ് ചെയ്തെടുക്കാം. ഡയറി മിൽക്ക് പെട്ടെന്ന് മെൽറ്റുമായി കിട്ടും. ഇനി ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ബാക്കി ലെയറിലേക്ക് ഡയറി മിൽക്കും ചേർത്ത് കൊടുക്കാം. അത് വീണ്ടും നല്ലപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. നമ്മൾ വീണ്ടും ഈ ലെയർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫൈനൽ ലെയർ ഇടാൻ വേണ്ടി ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിൽ കുറച്ച് കൊക്കോ പൗഡർ അല്ലെങ്കിൽ ബൂസ്റ്റ് ഇങ്ങനെ നല്ലപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്താൽ നല്ല ഈവനായിട്ട് നമ്മുടെ ഫൈനൽ ലെയർ സെറ്റായി കിട്ടും. ഫ്രിഡ്ജിൽ വെച്ച് ഒന്നും കൂടെ തണുപ്പിച്ചെടുത്താൽ നമ്മുടെ ഡ്രീം കേക്ക് റെഡിയായി. ഇതിങ്ങനെ പതിയെ ഒരു സ്പൂൺ കൊണ്ടെടുത്ത് കഴിയുമ്പോൾ കൃത്യം 5 ലെയറും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുമായിരുന്നു. ധൃതിയില്ലെങ്കിൽ ഒരുപാട് നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും രുചി കൂടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.